സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചതല്ല, പക്ഷെ ഈ ഒരു അഡ്വൈസ് കേട്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ആളുടെ അഡ്വൈസ് ഇതാണ്: സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. സ്റ്റോക്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയത്ത് ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നല്ല റിസൾട്ട് തരുന്ന സ്റ്റോക്ക് നല്ല മൂവ്മെന്റ് തരുന്നുള്ളത് സംഭവം ശരിയാണ്. എപ്പോഴെങ്കിലും ഇത് വർക്ക് ചെയ്യാം, പക്ഷെ ഒരു ബിഗിനർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അഡ്വൈസ് അത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെല്ലാം ഓൾറെഡി മാർക്കറ്റ് പ്രൈസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു കമ്പനിയുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോലും ചിലപ്പോൾ സ്റ്റോക്ക് താഴേക്കാവും പോകുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നാഷണൽ അലുമിനിയത്തിന്റെ സ്റ്റോക്കാണ്. ഇവിടെ നോക്കി നോക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്. പക്ഷേ പ്രൈസ് എന്താ ചെയ്തേ? പ്രൈസ് നേരെ താഴോട്ടാണ് പോയത്. നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് റിസൾട്ടിന്റെ സമയത്ത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്റ്റോക്കിന്റെ മൂവ്മെന്റ് റിസൾട്ട് നല്ലതാണോ മോശമാണോ നോക്കിയിട്ടല്ല. മാർക്കറ്റ് മൂവ് ചെയ്യുക മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ്, വോളറ്റിലിറ്റി, സെക്ടറിന്റെ സ്ട്രെങ്ത്, ഈ വക കാര്യങ്ങൾ നോക്കിയിട്ടാവും. ആൻഡ് ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ റാൻഡം ടിപ്സ് കയറി ഒരിക്കലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ടിപ്സ് മാത്രം നോക്കിയിട്ട് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.